അസുര രാജാവായിരുന്ന ഹിരണ്യകശിപു തപസ്സിനായി മന്ദരപർവ്വതത്തിലേക്ക് പോയപ്പോൾ ദേവന്മാർ അസുരന്മാരെ ചൊടിപ്പിച്ച് യുദ്ധത്തിനൊരുങ്ങി. ദേവന്മാരുടെ പടപ്പുറപ്പാട് കേട്ട് ഭയന്നു വിറച്ച അസുരന്മാർ ഭാര്യമാരെയും മക്കളെയും ബന്ധുക്കളെയും എല്ലാ സ്വത്തുക്കളും ഉപേക്ഷിച്ച് നാനാദിക്കിലേക്ക് ഓട്ടം തുടങ്ങി. ദേവന്മാർ അസുരന്മാരെ ആക്രമിച്ചു. ഇന്ദ്രൻ ഹിരണ്യകശിപുവിന്റെ രാജപത്നിയായ കയാധുവിനെ പിടികൂടി. ഗർഭിണിയായിരുന്ന അവളെ ഇന്ദ്രൻ ബലാത്കാരേണ കൊണ്ടുപോകുന്നത് യാദൃച്ഛികമായി കണ്ട നാരദമുനി അവളെ വിട്ടയയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പുത്രനുണ്ടായ ശേഷം അതിനെ വധിച്ചിട്ട് വിട്ടയയ്ക്കാമെന്നായി ഇന്ദ്രദേവൻ. എന്നാൽ നാരായണ ഭക്തനായ ആ ശിശു ഇന്ദ്രനാൽ വധിക്കപ്പെടുകയില്ല എന്ന് നാരദ മഹർഷി പ്രവചിച്ചു. നാരദ മഹർഷിയെ മാനിച്ച ഇന്ദ്രദേവൻ കയാധുവിനെ വിട്ടയച്ചു. നാരദമുനി അവരെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരിചരിച്ചു. കയാധുവിന്റെ ഏകാന്തതയും ദുഃഖവും അകറ്റുവാൻ നാരദമുനി ഭാഗവതധർമ്മവും ആത്മജ്ഞാനവും ഉപദേശിച്ചുവെങ്കിലും സ്ത്രീ സഹജമായ ചഞ്ചലത കൊണ്ട് കയാധു അതെല്ലാം വിസ്മരിച്ചു. എന്നാൽ ആ ഗർഭസ്ഥ ശിശു അവയെല്ലാം സ്വാംശീകരിച്ചു. പിന്നീട് ഭാഗവതോത്തമനായ പ്രഹ്ലാദനായി മാറി. നാരദ മഹർഷിയുടെ ദിവ്യോപദേശം അസുരഗൃഹത്തിൽ പോലും വിഷ്ണുഭക്തിയുണ്ടാക്കി.